വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വത്സല നിലമ്പൂർ. ജലമത് നാളെ അപൂർവം, അത് ജീവജാലങ്ങൾക്ക് കിട്ടാക്കനി. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ജലം. ജീവജാലങ്ങളുടെ ശരീരദ്രവങ്ങളുടെ മുഖ്യഘടകവും ജലം തന്നെ. ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ മൂന്നവസ്ഥകളിൽ ജലം ഭൂമിയിൽ കാണപ്പെടുന്നു. ഭൂതലത്തിന്റെ 71% ജലത്താൽ ആവൃതമാണ്. അതിൽ 97% ലവണരസമുള്ള സമുദ്രജലമാണ്. കുടിവെള്ളം ലവണാംശം കലരാത്ത ശുദ്ധജലമാണ്. നദികൾ, കിണറുകൾ, കായലുകൾ, കുളങ്ങൾ തുടങ്ങിയവയാണ് ശുദ്ധജല സ്രോതസ്സുകൾ. ശുദ്ധജലക്ഷാമവും ജലമലിനീകരണവുമാണ് ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്നിട്ടും അതിനെതിരായി നാം എന്തു ചെയ്യുന്നു? പണ്ട് സർപ്പക്കാവുകളിലെ മരങ്ങൾ മുറിക്കുമ്പോൾ മുതിർന്നവർ പറയും, കാവ് വിറ്റ് തിന്നല്ലേ, വിറ്റു വെള്ളം കിട്ടാതെ പൊരിഞ്ഞു ചാകും. കാടും കാവും പുഴയും മലയും വയലും മണ്ണും ഒക്കെ ജലപോഷണ സംരക്ഷണ സ്രോതസ്സുകൾ ആയിരുന്നു. ഇന്ന് കാവയുടെ, വയലയുടെ, മണ്ണും മലകളും പുഴകളും അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയൊന്ന് തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം സിമന്റ് കോട്ടകൾ മാത്രം. ഇന്ന് ചാണകം മെഴുകിയ മുറ്റങ്ങളോ ദീപമെരിയുന്ന തുളസിത്തറകളോ പുതിയ തലമുറയ്ക്ക് അന്യം. ടൈൽസ് പാകിയ മുറ്റത്ത് വീഴുന്ന മഴവെള്ളം ഒഴുകി മതിലുകൾക്കപ്പുറം ഓടകളിലെത്തുന്നു. മുറ്റത്തെ കിണറ് ഒരു ഉറവ പോലുമില്ലാതെ മരിക്കുകയും ചെയ്യുന്നു. ജൈവവേലികളും നമുക്ക് നഷ്ടം വന്നു കഴിഞ്ഞു. ഒരു കാലത്ത് പുരയിടത്തിനു ചുറ്റും അധികം ഉയരമില്ലാത്ത ഫലവൃക്ഷങ്ങളും ചെമ്പരത്തി, വെള്ളില, ആടലോടകം, കൈത, മുരിക്ക് എന്നീ ചെടികൾ തീർത്ത ജൈവവേലികളുമുണ്ടായിരുന്നു. മഴക്കുഴികളോടൊപ്പം ഈ ജൈവവേലികളും തിരിച്ചുവരവ് നടത്തിയേ തീരൂ. ജലത്തിന്റെ ദുരുപയോഗം കുറയ്ക്കണം. ജലം സംരക്ഷിക്കണം. തുറന്നുകിടക്കുന്ന ടാപ്പുകൾ കണ്ടാൽ അടയ്ക്കണം. പൊട്ടിക്കിടക്കുന്ന പൈപ്പ് ലൈനുകൾ റിപ്പയറിംഗ് ചെയ്യാൻ ബന്ധപ്പെട്ടവരെ വിളിച്ചറിയിക്കണം. ഒരു പൗരന്റെ കടമയാണത്. ജലസംരക്ഷണം ഒരു സംസ്കാരം ആയി തന്നെ ഇനിയുള്ള കാലം വളർത്തിക്കൊണ്ടുവരണം. 44 നദികളും അനേക ലക്ഷം കിണറുകളും കുളങ്ങളും തോടുകളും കൊണ്ട് സമ്പന്നമായ ഒരു നാട്ടിൽ കുടിവെള്ളത്തിനായി ജനം പരക്കം പായുകയാണ്. സമഗ്രമായ ജലമാനേജ്മെന്റിന് മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ കഴിയൂ. വികസനത്തിന്റെ പാതയിൽ സ്മൃതിയുടെ കോൾനിലങ്ങളും തടാകങ്ങളും വയലുകളും നികന്നപ്പോൾ കിണറുകൾ വറ്റുകയും കുടിവെള്ളം മലിനമാവുകയും ചെയ്യുന്നതുവരെ നാം മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ടേയിരുന്നു. ജലം അമൂല്യമാണെന്നും അത് സംരക്ഷിക്കേണ്ടത് പൗരധർമ്മമാണെന്നും മറന്നുകൂടാ. ജലത്തെ സ്നേഹിച്ചവരും മഴയെ ഇഷ്ടപ്പെട്ടവരുമായിരുന്നു പഴയ തലമുറ. മണ്ണിലാണ് വെള്ളം ശേഖരിക്കപ്പെടുന്നതും സംരക്ഷിക്കപ്പെടുന്നതുമെന്നതിനാൽ മണ്ണും മണ്ണിനെ മണ്ണാക്കി നിലനിർത്തുന്നത് ജൈവവസ്തുക്കളാകിയാൽ അവയെയും സംരക്ഷിച്ചുകൊണ്ടേ ജലത്തെ രക്ഷിക്കാനാകൂ. ആഗോളതലത്തിൽ തന്നെ ജലലഭ്യതയും സുരക്ഷിതമായ കുടിവെള്ളവും ഗൌരവപ്പെട്ട വിഷയമാണ്. ലഭിക്കുന്ന വെള്ളം എങ്ങനെ സംരക്ഷിച്ചു ആവശ്യത്തിന് ഉപയോഗിക്കാം? അത് മലിനപ്പെടാതിരിക്കാൻ എന്തു ചെയ്യണം? ദുരുപയോഗവും അമിത ഉപയോഗവും എങ്ങനെ തടയാം എന്നൊക്കെ ആലോചിച്ചുറപ്പിക്കേണ്ട കാലം കഴിയാറായി. നമ്മുടെ ജീവിതശൈലികൾ, ചില ചിട്ടകൾ എന്നിവ മാറ്റിയെഴുതിയാലേ ജലസ്വാശ്രയം നടപ്പിൽ വരൂ. ജലം സർവ്വവ്യാപിയും പ്രകൃതിയിൽ സ്ഥിരമായതുമാണ്. പക്ഷേ മാലിന്യമാകുന്നതോടുകൂടി മൂല്യം നഷ്ടപ്പെടുന്ന പൊതുസ്വത്തുകൂടിയാണ്. ആത്മപരിശോധനയുടെയും വീണ്ടുവിചാരത്തിന്റെയും അവസരമൊരുക്കുകയാണ് പ്രളയവും വരൾച്ചയും. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് നിർത്തുക, അതിനെ സ്നേഹിക്കാൻ പഠിക്കുക, മണ്ണൊരുക്കുക, മനസ്സൊരുക്കുക, പ്രകൃതിയുടെ ദാനങ്ങൾ ധൂർത്തടിക്കാതിരിക്കുക. ഇതാവണം നമ്മുടെ ശീലം. വത്സല നിലമ്പൂർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.